ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരിൽ നിന്ന് കയ്യേറ്റമുണ്ടായിട്ടില്ലെന്നും കരിങ്കൊടി കാണിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അവരെ പോലീസ് വളഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ്. ആരോഗ്യമന്ത്രിയാണ് ഇങ്ങോട്ട് ആക്രോശിച്ചത്. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരിൽ നിന്ന് കയ്യേറ്റം ഉണ്ടായിട്ടില്ല. വാസ്തവവിരുദ്ധമായ കാര്യം പറഞ്ഞ് അക്രമം അഴിച്ചുവിട്ടത് ആരോഗ്യമന്ത്രിയാണ്. എന്ത് പരിക്കാണെന്ന് മന്ത്രി കാണിക്കട്ടെ. എല്ലാ അന്വേഷണത്തോടും സഹകരിക്കുമെന്നും വീണ ജോർജിന്റേത് അഭിനയം ആണോ എന്ന് ജനം വിലയിരുത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആരോഗ്യമന്ത്രിക്കെതിരെ KSU പ്രവർത്തകര് കരിങ്കൊടി കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകരെ അപ്പോൾ തന്നെ പോലീസ് വളഞ്ഞിട്ട് പിടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിച്ചത്. KSU പ്രവർത്തകർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. പോലീസ് അതിന്റെ 10 ഇരട്ടിയോളം പോലീസ് ഉണ്ടായിരുന്നു. അവർ KSU പ്രവർത്തകരെ വളഞ്ഞിട്ട് പിടിച്ചു. ആരോഗ്യമന്ത്രിയാണ് സത്യത്തിൽ ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകരെ കൈകാര്യം ചെയ്യണമെന്ന് പോലീസിനോട് പറഞ്ഞത്. അപ്പോൾ പോലീസ്, വനിതാ പോലീസും പുരുഷ പോലീസുകാരും ആരോഗ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്, അവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അവരെ പിടിച്ചത്. അതാണ് ഞങ്ങൾക്കെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചത്. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരാരും യാതൊരു തരത്തിലുള്ള കയ്യേറ്റമോ ആരോഗ്യമന്ത്രിയുടെ നേരെ കയ്യേറ്റമോ അക്രമമോ ഉണ്ടായിട്ടില്ല. യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ശരീരം കൈകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇനി കൊടി കെട്ടുന്ന വടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടോ അവരുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചതായിട്ട് ഒരു വീഡിയോയിലും കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും കൃത്യമായിട്ട് മാധ്യമങ്ങൾ അത് ഒപ്പിയെടുത്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ദേഹത്ത് പരിക്കൊന്നും കാണിച്ചിട്ടില്ല. കഴുത്തിൽ ഇങ്ങനെ പിടിക്കുന്നതായിട്ട് കണ്ടു. അത് വാസ്തവവിരുദ്ധമായ ഒരു കാര്യം കെട്ടിച്ചമച്ച് അവരാണ് സത്യത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. ഇന്നലെ DCC ഓഫീസ് ആക്രമിച്ചത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ അറിവോടെയാണ്. ആരോഗ്യ വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കള്ളപ്രചരണമാണിത്. അത് ജനങ്ങള് തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല.